ക്രിസ്മസ് സ്പെഷ്യൽ ചലഞ്ച് എന്താന്ന് വെച്ചാൽ നല്ല അടിപൊളി നാടൻ കള്ളപ്പവും നല്ല അടിപൊളി പോത്തിറച്ചിയാണ്. ചക്ക നല്ല പൊളി പോത്തിറച്ചി കള്ളപ്പോ എങ്ങനെയുണ്ട്? ഇതിന് കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ഔട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രിസ്മസ് ആയിട്ട് നമ്മുടെ ജോസിന് ഒരു നേരത്തെ ആഹാരം കൊടുക്കണം നമുക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ജോസ് എത്തിയിട്ടുണ്ട്. ജോസ് പുള്ളി അറിയാവോ, കഴിഞ്ഞ ഒരു ഓണത്തിന് വിളിച്ചായിരുന്നില്ലേ? ഫെസ്റ്റിവൽ സീസണാണ് പുള്ളി വരുന്നത്. ഓണം, ക്രിസ്മസ്, വിഷു അങ്ങനെയുള്ള കാര്യങ്ങൾ പുള്ളി വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ഓണത്തിന് വന്ന് ഓണസദ്യ വന്നിട്ട് ഓണസദ്യ പുള്ളി ഒമ്പം വിജയം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അട്ടിമറിച്ചില്ലേ. ഇതൊന്ന് കേരളത്തിൽ മൊത്തത്തിലുള്ള എല്ലാ ജില്ലക്കാരും ഉണ്ട്. അവരെല്ലാവരും അട്ടിമറിച്ച് വമ്പൻ വിജയം നേടി നമ്മുടെ ജോസ് ആണ് ഇത്തവണ നമുക്ക് ക്രിസ്മസ് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. നമ്മുടെ ജോസ് വേറെ ഭഗത്ത് എന്നറിയപ്പെടുന്ന ജോസ് എന്നറിയപ്പെടുന്ന ഭഗത്ത്. അപ്പോൾ നമ്മൾ ഈ ജോസിനെ വിളിക്കാൻ കാരണം എന്ന് പറയാം, നമ്മളിപ്പോൾ അടുത്തതായിട്ടൊരു പൊറോട്ടയും ബീഫും ഒരു മത്സരം വെക്കുന്നുണ്ട്. നമ്മൾ ഓൾ കേരള വെക്കുന്നത്. അപ്പോൾ ആർക്കും വരാം. അപ്പോൾ നിങ്ങളെല്ലാം വരുന്നതിന് മുന്നായിട്ട് ജോസ് കഴിക്കുന്നത് നോക്കുക. ജോസ് ഏകദേശം ഇത്രയും കഴിക്കും. അപ്പോൾ ഇത്രയും കഴിക്കുന്നവരൊക്കെ വരിക, കാരണം എന്നാലേ ജോസിനെ നമുക്ക് തകർക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ജോസ് കഴിഞ്ഞ തവണ ഞങ്ങളെ എല്ലാവരും അവമാനിച്ചു വിട്ട വ്യക്തിയാണ്. പറയാണ്ടോ? അടിക്കും, വെല്ലുവിളിയാണ് കേട്ടോ, വെല്ലുവിളിയാണ്. വരണം. എന്തോ കേട്ടില്ല, കഴിഞ്ഞ തവണ ഞാൻ ഇല്ലാഞ്ഞോണ്ടായിരുന്നു. നിന്റെ കൂട്ട് എന്തോ പറ്റിയിട്ടുണ്ട്? പുള്ളി വന്നില്ല. വന്നായിരുന്നെങ്കിൽ അന്ന് ഞാൻ ജയിച്ചാനായിരുന്നു. സ്ഥലത്തില്ല. ഓക്കെ, നമുക്ക് അപ്പം നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അല്ലേ? ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നമുക്ക് എന്തായാലും അടിപൊളി നല്ല കള്ളപ്പം നാടൻ കള്ളം ഒഴിച്ച് നല്ല നാടൻ കള്ളപ്പവും നല്ല എള്ളം ബീഫാണ്, എള്ളം പോത്തിറച്ചി നമ്മുടെ ശരത്തളയിൽ അമ്മ വെച്ച് അടിപൊളിയാണ്. ടേസ്റ്റ് പുള്ളി ചെയ്തതാണ്. ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ടേസ്റ്റ് ചെയ്തത് അടിപൊളി സാധനമാണ്. അപ്പോൾ നല്ല കള്ളപ്പവും നല്ല ബീഫായിട്ടുള്ള അടിപൊളി ഒരു തീറ്റ മത്സരം നടത്താം. അപ്പോൾ നമുക്ക് മത്സരത്തിൽ പോവാം. അപ്പോൾ നമ്മുടെ മത്സരം ഇവിടെ തുടങ്ങാൻ വേണ്ടി പോവാണ്. 5 വമ്പന്മാർ അല്ലേ? 5 വമ്പന്മാർ എന്ന് പറഞ്ഞാൽ ഒപ്പത്തിനൊപ്പമാണ്. ജോസിനെ തോപ്പിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ പ്രവീണളി. അതോ പ്രവീണളിയെ ജോസ് തോപ്പിക്കുമോ? പറഞ്ഞു ഇതൊക്കെ എന്ത്? ഞാൻ ഉണ്ടായിരുന്ന അന്ന് ഇവനെയൊക്കെ മലത്തി അടിച്ചെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുള്ളിക്ക് പേടിയൊന്നും പേടിയായി എന്ത്? അപ്പൊ ജോസിന് അനിയനുണ്ട്. ജോസിന് പുള്ളിയെ പേടിക്കണ്ടേ? മോശമല്ല. അന്ന് 2ാം സ്ഥാനം, 3ാം സ്ഥാനമായിരുന്നു. അന്നില്ലേ? അന്ന് ചോറുണ്ടപ്പോ മോശം. പേടിയുണ്ടോ പുള്ളിയെ? ഉണ്ടോ? ഞാൻ ചെറുതായിട്ട് ഒട്ടുമില്ല. ഇത് ഇവർക്ക് 3 പേർക്കും വെല്ലുവിളിയായി. നമ്മുടെ സ്വന്തം കേടികളിയെ എന്താ ഉണ്ട്? കൊള്ളാം, സാധനം കൊള്ളാം. ബീഫ് അങ്ങനെ മുടിഞ്ഞ ടേസ്റ്റാ, ഉടുക്കത്തെ ടേസ്റ്റ്. ഞാൻ ടേസ്റ്റ് നോക്കിയായിരുന്നു. എന്തോ ടേസ്റ്റ് ഒരു രക്ഷയില്ലെന്ന് പറയാം. ഒരു അന്യ ടേസ്റ്റ്. കള്ളപ്പം അങ്ങനെ ഉണ്ട്. എങ്ങനെയുണ്ട്? 5 മിനിറ്റ് ടൈം കേട്ടോ, നോക്കണം. അപ്പോൾ 5 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്നവരായിരിക്കും വിജയി. നന്ദോളിയ സാധനം കൊടുക്കണം എല്ലാവർക്കും. റൊമാൻസ് കുമാർ സാധനം കൊടുക്കണം. താങ്കൾ ആരായിരുന്നു? ചേട്ടനാണ്. ചേട്ടനാണ്. ഓക്കെ, ചേട്ടൻ എല്ലാവരും ഉണ്ട്. കുടുംബസമേതം വന്നില്ലേ? കൊള്ളാം. കഴിഞ്ഞിരിക്കുകയാണ്. ആരാണ് മുന്നിൽ? ആരാണ്? എവിടെ ജോസിന്റെ അനിയൻ? കമോൺ, 3 പക്ഷേ ജോസും നമ്മുടെ കേടിയുമാണ് വാശിയേറി വളർത്തി വന്നിരിക്കുന്നത്. ജോസും കേടിയും ഒപ്പത്തിനൊപ്പം. ഒപ്പത്തിനൊപ്പമാണ് 2 പേരും. വെള്ളം കുടിച്ച് ഇറക്കി കഴിഞ്ഞാൽ പ്രശ്നം വെച്ചാൽ പിന്നീട് കഴിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ പറയണോ? ഇല്ല, എന്നാ കഴിക്കും. ജോസ് ലീഡ് ചെയ്യുന്നു. എനിക്ക് ഏകദേശം ബീഫ് തയ്യാറായിരുന്നു. അപ്പം
അപ്പം വേണോ ആൾക്കാർ? അപ്പം വേണോ? കമോൺ, എത്ര 2 മിനിറ്റ് ആകുന്നു. 2 മിനിറ്റ്. കമോൺ. കേടി ഞങ്ങളുടെ വീരൻ കേടി ജോസ്. കേടിയും ജോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രവീണളി സദ്യ കഴിക്കുന്നുണ്ട്. പുള്ളിയാ പറ തോപ്പിക്കുന്നത്. സദ്യ വെല്ലുവിളിച്ച് സദ്യ കഴിക്കുന്നു. കേടിയുടെ തൊട്ട് പുറയിൽ നമ്മുടെ പേരെന്തായിരുന്നു? ശുഭാങ്കി. അക്ഷയ് തീർന്നിരിക്കുകയാണ്. കേടി പുറകിലായിരിക്കാണ്. ചേട്ടനും അനിയനും. ചേട്ടനാണ് നമ്മൾ വാശിയേറിയ മത്സരം. കേടി എത്ര 2.5 മിനിറ്റ്. 6 കള്ളപ്പം എടുത്ത് കേടി. ഇല്ല സോറി ജോസ് 8 മിനിറ്റ്. കാണുന്നില്ല ഇവിടെ. പുറകിലല്ല കേടി എത്ര ഇല്ല. ഇവിടെ വീടൊന്നും കാണുന്നില്ല. എത്ര 4 എവിടെ? 5 ആയോ? ആയോ? ഇവിടെ ടൈം എത്ര? 3 മിനിറ്റ് 2 മിനിറ്റ് വന്നു. കേടി കമോൺ. കേടി എന്താ അവിടുന്ന് വിഷയം? കേടി കമോൺ പാസ്. എന്താ കേടി എത്ര രൂപ? കേടി കമോൺ 9. 3.5 മിനിറ്റ് കൊണ്ട് 9. ഇവിടെ 10 ഇവിടെ 9. ചേട്ടനും അനിയനും ഒപ്പത്തിനൊപ്പം ചേട്ടനും അങ്ങനൊന്നും വിട്ടുകടത്തില്ല. ഞാൻ വരുന്നു എന്ന് പറഞ്ഞ പ്രവീൺ ബാഹുലെ ചെറിയാട് ജോസിനെ വല്ല ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഉണ്ടോ? കേടിയുണ്ടോ? 1 മിനിറ്റ് മാത്രം. ഇപ്പിയുണ്ടോ? കേടി എന്തു പറ്റി? തുടക്കം സ്കോർ ചെയ്തില്ലല്ലോ. അവൻ പേടിച്ചോ കേട്ടോ പെട്ടെന്ന്. കമ്മോൺ എത്ര വേണം? ഇട്ടോളൂ. എത്ര ബേസ് തന്നോളൂ. 50 സെക്കൻഡ് മാത്രം. വാശിയേറിയ മത്സരം. 9-10 പിടിക്കാം. 7 സോറി. എന്ത് പറ്റി? 30 സെക്കൻഡ് മാത്രം. 8. 8. 2ാം സ്ഥാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച പ്രവീണളിയൻ 3ാമതായിരിക്കുകയാണ്. കേടികളിയൻ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ആർക്കാണ്? 11ാമത്തെ ജോസ്. 15 സെക്കൻഡ് മാത്രം. 10 സെക്കൻഡ് മാത്രം. ജോസ് പ്രവീണളിയ കമോൺ. ജോസിനെ തോൽപ്പിക്കൂ. കമോൺ ജോസ്. കമോൺ. ആരുണ്ടോ? ഒറ്റ വാക്കേ ഉള്ളൂ. ജോസ്. വേറെ ജോസിന്റെ വേറെ ആന ജോസിന്റെ ഉണ്ടോ? റൊമാൻസ് ദേഷ്യം വന്നു. ഇതിപ്പം നല്ല ഒരു തുടക്കം തന്നില്ലേ ഇവിടെ? സ്റ്റാർട്ടിങ് അല്ലേ? ഇവിടെ നിന്ന് കിട്ടിയില്ലേ? ഇല്ലേ? വേറെ പറഞ്ഞ ഓക്കെ. അവിടെ അനിയൻ എങ്ങോട്ടായിരുന്നു? ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ്, ഫോർത്ത് പ്രൈസ്. പുള്ളി കടയിൽ കഴിക്കാൻ വന്നിട്ടു. ബൂസ്റ്റ് ഓംപ്ലെറ്റ്. ഇതിപ്പോ നമുക്ക് ഏറ്റവും വലിയ അപമാനം എന്ന് പറഞ്ഞ പുള്ളിയാണ്. ഈ പുള്ളി ഞങ്ങളെ 100 കോടിയുടെ പടം ഫസ്റ്റ് ദിവസം നമ്മൾ ഓടിയില്ല. ഞാൻ ഡയലോഗ് ഒന്നും അടിച്ചില്ലല്ലോ. അണ്ണാ വലിച്ചു കീറി വിട്ടില്ലേ? വെള്ളം കുടി. ജോസ് ഒന്ന് പേടിച്ചായിരുന്നു അതില്ലേ? ആദ്യം ഇറങ്ങിയില്ലേ? വെള്ളം കുടിക്കാൻ താത്ത് ഇവിടെ കയറിയത് പെട്ടെന്ന് കേട്ടോ. നമ്മുടെ അപ്പോൾ നമുക്ക് അടുത്ത പൊറോട്ടയും ബീഫും കേട്ടോ. ഇത് നമുക്കൊരു ഫ്രണ്ട്ലി മാച്ചാണ് കേട്ടോ. ഞാൻ പറഞ്ഞാൽ നിങ്ങളോട് ആദ്യമേ. അടുത്ത് നമുക്ക് വരുന്നത് പൊറോട്ട ബീഫും ഓൾ കേരള ഒരു മത്സരമുണ്ട്. അപ്പം ഇത്രയും കണ്ട 5 മിനിറ്റ് കൊണ്ട് ഈ ഇറങ്ങാൻ പറ്റാത്ത ഈ കള്ളപ്പം അത് ഇച്ചിരി പാടിറങ്ങും അല്ലേ? അതുവരെ 5 മിനിറ്റ് 12 എത്ര കഴിച്ചു? 11 പിന്നെ ശകലം കഴിച്ചു. അപ്പം 12 കഴിച്ച വ്യക്തിയാണ് ജോസ് ഉണ്ട്. ജോസിൻ്റെ അനിയനുണ്ട്. ഇതുപോലെ തന്നെ വേറെ ആൾക്കാരുണ്ട് കൂടെ അല്ലേ?
അപ്പോൾ അവരെല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾ വരുന്നവർ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലപോലെ കഴിക്കുന്നവർ വരിക അല്ലേ. പൊട്ടിക്കണമെങ്കിൽ മിനിമം 12 എണ്ണം കഴിക്കണം. പൊറോട്ട അല്ല പൊറോട്ട അതിൽ കൂടുതൽ കഴിക്കണം. പൊറോട്ട മറ്റവന് 18 കഴിച്ചു. നമ്മളോട് വേറെ ആളുണ്ട്, ഒരാളുണ്ട് 18 കഴിച്ചത്. നിങ്ങളുടെ ഏരിയ അങ്ങനത്തെ കഴിക്കുന്ന ഏരിയ അല്ല? നിങ്ങളുടെ ഏരിയ ഒന്നും പ്രത്യേകം ഉണ്ടോ? ഫുഡിന്റെ കാര്യത്തിൽ ഒട്ടും പറയാൻ പറ്റില്ലല്ലേ? സ്ഥലം എവിടാ? ഏത് സ്ഥലം? ഓ, എടപ്പുറം ദേശത്ത് അങ്ങനല്ലേ? കൊള്ളാം, നല്ലതാണ്. ചെറുനാടിന്റെ അഭിമാനം കളഞ്ഞ പോ. ചെറുനാട് നാണം കെടുത്തിയ സത്യം വലിയ മോനെ. വേണ്ടാത്ത ഒരാളായിരുന്നു. നിന്റെ സ്ഥലമോ? ജോസിനെ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു കേല മടക്കിക്കോളൂ, ഞങ്ങളില്ല. ഞാൻ ഇല്ലാതായി പോയായിരുന്നു. ഇല്ലാതായി പോയായിരുന്നു നോക്കായിരുന്നു. ഇപ്പോഴും ഞാൻ നിർത്തിയിട്ടില്ല. കുറ്റബോധമുണ്ട്, അറിയാതെ പറഞ്ഞു പോയതായിരുന്നു. പറഞ്ഞും പോയി തീർത്തു. ഞാൻ തീർക്കാൻ വേണ്ടി എനിക്കൊന്ന് പുള്ളി ആ ഓണസദ്യയുടെ വ്ലോഗ് കണ്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല, അതുകൊണ്ട് ഡയലോഗ് അടിച്ചത്. ഇതാണ് ജോസ്, എടപ്പോൺ ജോസ് കേട്ടോ. ഓർത്തോ ചേട്ടോ, ഓർത്തോ. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മുടെ സൈക്കോ അളിയന്മാരുടെ നേതൃത്വത്തിൽ ഒരു മനോഹരമായ ഒരു കരോൾ ഗാനം നിങ്ങൾക്ക് കേൾക്കാം. തുടങ്ങാം. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പൊ ഇതിന് ഇഷ്ടപ്പെട്ടെങ്കിൽ